റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി റിപ്പോർട്ടറിനോട് നടത്തിയ വെളിപ്പെടുത്തൽ പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച്. തുടർ നടപടിക്കുള്ള സാധ്യതകളാണ് പരിശോധിക്കുക. റിപ്പോർട്ടർ പുറത്തുവിട്ട ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കും. നിയമോപദേശം തേടാനും തീരുമാനം. ഡിവൈഎസ്പി ബൈജു പൗലൂസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഉടൻ യോഗം ചേരും. നടിയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നായിരുന്നു സുനിയുടെ വെളിപ്പെടുത്തൽ. റോഷിപ്പാൽ അങ്ങനെ ആ വാർത്തയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റിലേക്ക് പോകുന്നു. നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്ത പ്രോസിക്യൂഷന്റെ മൊഴികളെ സാധൂകരിക്കുന്ന വാർത്തയാണെങ്കിലും അതിലും കൂടുതൽ തെളിവുകൾ നമ്മളുടെ ഒളിക്യാമറയിൽ പൾസർ സുനി വെളിപ്പെടുത്തുന്നു. ആ വിവരങ്ങൾ കൂടി അന്വേഷിക്കാനാണോ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം? ഡോക്ടർ അരുൺകുമാർ, നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകളാണ് പൾസർ സുനി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV ഒളി ക്യാമറയിൽ നടത്തിയത്. ആ വെളിപ്പെടുത്തലിൽ ചില പരിശോധനകൾ നടത്തേണ്ട സാഹചര്യം വന്നത് നേരത്തെ പോലീസ് നൽകിയ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായ മൊഴിയാണ് കോടതിയിൽ പൾസർ സുനി നൽകിയത്. പ്രത്യേകിച്ച് ഈ കൊട്ടേഷൻ ബലാത്സംഗമെന്ന് പോലീസ് പറയുമ്പോൾ അത് സ്ഥിരീകരിക്കാൻ കോടതിയിൽ പൾസർ സുനി തയ്യാറായിരുന്നില്ല. മാത്രവുമല്ല, ഈ കൊട്ടേഷൻ നൽകിയത് ആരാണെന്ന ചോദ്യമുണ്ടായിരുന്നു. അതിനും ഒരു വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നില്ല. ആ ചോദ്യത്തിൻ്റെയൊക്കെ വ്യക്തമായ ഉത്തരം പൾസർ സുനി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ, ആ കൊട്ടേഷൻ നൽകിയത് ഈ കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപ്. അത് വിശദമായി പരിശോധിക്കേണ്ടി വരും. അതിൻ്റെ തുടർ നിയമ സാധ്യത. അതിനപ്പുറത്തേക്ക് ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ട മൊബൈൽ ഫോണും ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോണും ആ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ച യഥാർത്ഥ മെമ്മറി കാർഡും ഇത് എവിടെയാണെന്ന് കൃത്യമായി അറിയാമെന്ന സൂചനകൾ പൾസർ സുനിയുടെ ഭാഗത്ത് നിന്ന് ആ സംസാരത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു.